ഹായ്, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പാട്ടുകൾ പാടി ഇടുമായിരുന്നു. കാരണം അധികം വലിയ പാട്ടുകാരനൊന്നുമല്ല, പക്ഷേങ്കിലും പാട്ടുകളൊക്കെ ഞാൻ പാടി ഇടുമായിരുന്നു. അതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ്. ഇപ്പം ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കേരളത്തിലെ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2008 IPL സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് എന്നും പറഞ്ഞിട്ടൊരു ലീഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് 1 വർഷമോ 2 വർഷമോ നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ IPL തുടങ്ങുന്നത്. IPL 2008 സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ IPLൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് വിദേശ രാജ്യങ്ങളിലും ഇതണക്കത്തെ IPL പോലെയുള്ള 20 ഓവർ 20 മത്സരങ്ങൾ ഒരുപാട് രാജ്യത്ത് അവർ ആരംഭിക്കുകയുണ്ടായി. അവിടെ ഫ്രാഞ്ചൈസികളൊക്കെ എടുത്തിട്ട് അവിടെ ആരംഭിക്കുകയുണ്ടായി. അതെല്ലാം വമ്പൻ ഹിറ്റുകളാണ്. അതായത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ലീഗുകളാണ് ലോകത്ത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബാഷൊക്കെ ഭയങ്കര ലീഗുകളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് കേരള ക്രിക്കറ്റ് ലീഗ്. ഏറെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ ഉദ്ഘാടന മത്സരമായിരുന്നു. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ ബാറ്റിംഗ് എനിക്ക് കാണാൻ പറ്റില്ല. അതായത് ഇന്ന് തൃശ്ശൂർ ടൈറ്റൻസും ആലപ്പുഴ റിപ്പിൾസും തമ്മിലായിരുന്നു മത്സരം. അന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇന്നിങ്സ് കാണാൻ പറ്റില്ല. അതായത് തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ബാറ്റിംഗ് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അവരുടെ ബൗളിങ് ഞാൻ കണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഭയങ്കര ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അത് നിങ്ങളെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് അക്ഷയ് എന്ന് പറയുന്ന അക്ഷയ് ആദിത്യ വിനോദ് എന്ന് പറയുന്ന ഒരു പേസ് ബൗളർ. ഒരുപാട് പ്രതീക്ഷകൾക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പേസ് ബൗളറാണ് അദ്ദേഹം. കാരണം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേസ് ബൗളറിന് വേണ്ടുന്ന ബോഡി ലാംഗ്വേജ് ഈ പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ഹൈറ്റ് തന്നെ ഏകദേശം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഗെയിം കണ്ടപ്പോൾ തോന്നുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫുഡ് വർക്കും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ റണ്ണിങ്ങും ബൗളിങ് ആക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇഷാന്ത് ശർമ്മയാണ് എനിക്ക് ഓർമ്മ വന്നത്. കറക്റ്റ് ഇഷാന്ത് ശർമ്മയെ പോലെ ബൗൾ ചെയ്യുന്ന ഭയങ്കര ലൈൻ ലെങ്തിലാണ് പുള്ളി. ചില ബോളുകളൊക്കെ ലൂസ് ബോളുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും പുള്ളി നന്നായിട്ട് ബൗൾ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ഒരു വിക്കറ്റ് കിട്ടിയുള്ളൂ. ഏകദേശം 26 റൺസിന് കണ്ട 3 ഓവർ എറിഞ്ഞുള്ളൂ പുള്ളി. പക്ഷേ 26 റൺസിന് ഒരു വിക്കറ്റാണ് ഇട്ടത് പുള്ളി. പക്ഷേ പുള്ളിയുടെ ആ ഒരു ബൗളിങ്ങിൽ ഒരുപാട് പ്രതീക്ഷ നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ ഇതുപോലെ ഒരുപാട് ഇനിയും കുറേ മാച്ചുകൾ വരാൻ പോവുകയാണ്. അടുത്ത സെക്കൻഡ് മാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കണ്ടില്ല, കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇരുന്നുകൊണ്ടാണ്. പക്ഷേ ഈ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗെയിം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ലീഗ് കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ കളിയിൽ തന്നെ ആലപ്പുഴയ്ക്കാണ് വിജയിക്കാൻ പറ്റിയത്. അത് അവർക്കൊരു ചരിത്ര നേട്ടം തന്നെയാണ്. അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ലീഗിൻ്റെ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത്, വിന്നർ മീൻസ് ആദ്യത്തെ ഗെയിം ജയിച്ചത്. അത് ഫസ്റ്റ് മാച്ച്, അത് ഉദ്ഘാടന മാച്ച് ജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. പണ്ട് നമ്മുടെ IPL ആരംഭിച്ചപ്പോഴത്തേന് ഫസ്റ്റ് മാച്ച് ആരാണ് ജയിച്ചത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സായിരുന്നു അല്ലേ? അത് ആരായിരുന്നു? ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ ഒരു സെഞ്ചുറിയോടുകൂടിയാണ് അന്നത്തെ ആ ഒരു ഗെയിം ഒരു മാസ്മരിക് ഇന്നിങ്സ് ആയിരുന്നു. പിന്നീട് പുള്ളിക്ക് അതേണക്കത്തൊരു ഗെയിം പിന്നെ പുള്ളിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് ന്യൂസിലൻഡ് താരം ബ്രണ്ടൻ മക്കല്ലം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യത്തെ മത്സരം ജയിച്ചത് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയ്ക്കൊരു ബിഗ് സല്യൂട്ടുണ്ട്. പിന്നെ ആലപ്പുഴയുടെ ബാറ്റിങ്ങിൽ മുഹമ്മദ് അസറുദ്ദീൻ. കാരണം ഈ പുള്ളിക്ക് ചങ്ങാതിയെക്കുറിച്ച് ഞാൻ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ട്. പുള്ളി രഞ്ജിയിലൊക്കെ കളിക്കുന്ന കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ കളി ഡയറക്റ്റ് കണ്ടിട്ടില്ലെങ്കിലും പുള്ളിയുടെ അപ്ഡേറ്റൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇന്നിങ്സുകളൊക്കെ ഭയങ്കര ഇന്നിങ്സുകളാണ്. കാരണം മാസ്മരികമായിട്ടുള്ള അടിയാണ്, ഹാൻഡ് പവർ വെച്ചങ്ങ് തല്ലത്തിലുള്ള പുള്ളി.
അത് ആ ഗെയിം തന്നെയാണ് പുള്ളി ഇന്ന് വരുന്നത്. പുള്ളി ആലപ്പുഴയുടെ ക്യാപ്റ്റൻ കൂടാണെന്ന് ആലോചിക്കുന്നത്. ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്ന ആ ബൃഹത്തായ ഒരു ഇന്നിങ്സ് പുള്ളി കാഴ്ചവെക്കുകയും ചെയ്തു. അത് ഇന്ന് പുള്ളി എത്രയാണ് 47 ബോളിലാണ് തോന്നുന്നത് 92 റൺ എടുത്ത്. അതിൽ 5-ൽ പരം സിക്സാണ് പുള്ളി കളിച്ചത്. കാരണം ആ സിക്സുകൾക്കെല്ലാം ഒരു ചുമ്മാ അടിച്ച സിക്സുകളൊന്നും അല്ല അത്. ആ പുള്ളി അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്, ഇറങ്ങി അടിച്ച സിക്സുകളുണ്ട്. അത് പുള്ളിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ആ ബോൾ വരുന്നതിൻ്റെയും ആ പുള്ളിയുടെ പുള്ളിയുടെ കളി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പം ഈ പുള്ളിയുടെ കളി ഞാൻ കാണുന്നെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച ബൗളർ ഈ പറഞ്ഞ ആദിത്യ വിനോദാണ്. ഞാൻ അപ്പോഴും തന്നെ ആദിത്യ വിനോദിനൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആദിത്യ വിനോദിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 19 അതിനകത്ത് കാണിക്കുന്നത്. അയ്യോ, 19ാമത്തെ വയസ്സിൽ ഈ പുള്ളിക്കാരൻ ഈ ചങ്ങാതി ഈ കൊച്ചു പയ്യൻ ഇവൻ ഇങ്ങനെ എറിയുന്നതെങ്കിൽ ഇവന് നല്ല ഒരു നമ്മുടെ MRF പേസ് ഫൗണ്ടേഷനിലൊക്കെ പുള്ളി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് അക്കാദമിയിലൊക്കെ പുള്ളി പോവുകയാണെങ്കിൽ, പുള്ളി അവിടെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളി അവിടെ എത്തുകയാണെങ്കിൽ, പുള്ളി ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഒരു കിടിലൻ പേസ് ബോളർ കേരളത്തിനും അത് ഇന്ത്യക്കും ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്രിക്കറ്റ് ലീഗ് ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ ക്രിക്കറ്റ് ലീഗിൻ്റെ ഇനിയുള്ള ഗെയിമുകളും ഒക്കെ ഇങ്ങനെ വരാൻ പോവുകയാണ്. അടുത്ത ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം 2ാമത്തെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ് ഗെയിം. അപ്പോൾ അത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഗെയിമാണ് ഇന്ന് കണ്ടത്. പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് പറയാൻ പറ്റിയത് ഇത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ, പക്ഷേ 3 വിക്കറ്റ് എടുത്ത ചങ്ങാതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരെ എല്ലാവരെയും കാട്ടിയും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ബൗളർ ഇദ്ദേഹമാണ്, ഈ ആദിത്യ വിനോദാണ്. അപ്പോൾ ആദിത്യ വിനോദിനെ ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആദിത്യ വിനോദ് ഒരു വലിയ കേരളത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യക്കും ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഇനി കേരള ക്രിക്കറ്റ് ലീഗ് ഇനി മാച്ചുകൾ ആരംഭിച്ചതേ ഉള്ളൂ. ഇനി അടുത്തടുത്ത നല്ല നല്ല ഗെയിമുകളൊക്കെ വരട്ടെ. പിന്നെ ഓവറോൾ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ പയ്യന്മാർക്കെല്ലാം ഈ പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ അവരൊരു ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല, ആരും എത്തിയിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരുടെയും ബൗളിങ്ങൊക്കെ വലിയ മോശമാണ്. കാരണം അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അതിനുള്ളൊരു കേരളത്തിൽ ക്രിക്കറ്റ് നമ്മൾ ഒരുപാട് കാണുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ കേരളത്തിലെ ക്രിക്കറ്റിനെ വളർത്താൻ വേണ്ടിയിട്ടൊന്നും ഇവിടൊന്നും വലിയൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലീഗും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കേരളത്തിനും അതോടൊപ്പം തന്നെ അവർക്ക് ഇന്ത്യക്കും കളിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഈ പറഞ്ഞ ചെറിയ പോരായ്മ, ചെറിയല്ല, ഇതൊരു വലിയ പോരായ്മകളാണ്. കാരണം ഒരു പ്രൊഫഷണൽ ലീഗിലേക്ക് കളിക്കാൻ വരുമ്പോഴത്തേന് നമ്മൾ തേച്ച് മനിക്കുള്ള കിടിലമായിട്ടുള്ള കളിക്കാരായിരിക്കണം. ഇവരെ കുറ്റം പറയുന്നതല്ല, ഇവർ ആരും ഒരു മോശമുള്ള കളിക്കാരൊന്നുമല്ല. ഇവരെല്ലാം ഇങ്ങനെയാണ് ഓരോരുത്തരുണ്ടാകുന്നത്. ഓരോ ഗെയിമിൽ ഓരോ ആൾക്കാർ പോളിഷ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ആദ്യമായിട്ട് ആരാണ് നമ്മുടെ ടിനു യോഹന്നാൻ പോയില്ലേ. ടിനു യോഹന്നാൻ പോയി 4ാമത്തെ ബോളിലാണ് അന്ന് ഇംഗ്ലണ്ടിൻ്റെ മാർക്ക് ത്രോട്ടാണോ എന്തോ അങ്ങനെ ആ പുള്ളിയുടെ പേര് കുടിക്കുന്നില്ല. 4ാമത്തെ ബോളിലാണ് പുള്ളി വിക്കറ്റ് ഇട്ടത്. പിന്നീട് പുള്ളിക്ക് ദേശീയ ടീമിൽ വലിയ രീതിയിലൊരു ഗെയിമിലേക്ക് നിൽക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആരാണ്? നമ്മുടെ സാക്ഷാൽ ശ്രീശാന്തിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരിക്കലും പുള്ളിയെ കുറ്റം പറയില്ല. കാരണം ലോകം കണ്ട ഏറ്റവും മികച്ച പേസ് ബോളർ ഒരാളാണ് ശ്രീശാന്ത്. അത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. അത് ശ്രീശാന്ത് ലോകം കണ്ട ഏറ്റവും മികച്ച പേസ് ബോളർ ഒരാളാണ്. ചിലപ്പോൾ നമ്മൾ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ, ലോകത്തുള്ള ഒരു 10 പേസ് ബോളർ എടുക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ശ്രീശാന്തിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ശ്രീശാന്തിൻ്റെ ബോളിൻ്റെ മൂവ്മെൻറ്റ് അത് അസാധ്യമാണ്. കാരണം അത് നമ്മൾ ജാക്ക് ആലീസിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ജാക്ക് ആലീസ് എന്താണ്, സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, രാഹുൽ ദ്രാവിഡിൻ്റെ വേറൊരു ടൈപ്പാണ് ഈ ജാക്ക് ആലീസ് എന്ന് പറയുന്നത്. ജാക്ക് ആലീസിനെതിരെ ശ്രീശാന്ത് എറിഞ്ഞൊരു ബോളുണ്ട്. അത് യൂട്യൂബിനകത്തൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കിയാൽ മതിയായിരുന്നു. ഷോർട്ട് പിച്ച് ചെയ്ത് വന്ന ബോൾ പുള്ളിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ കയറിയ ബോൾ, അത് വിക്കറ്റാണത്.
അങ്ങനത്തെ ഒരു പേസ് ബോളറായിരുന്നു നമ്മുടെ ശ്രീശാന്ത്. ആ ശ്രീശാന്ത് നിലവിൽ ശ്രീശാന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീശാന്താണ് ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബോളർ, ഉറപ്പാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. എന്തായാലും ചിലപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മറിച്ചൊരു അഭിപ്രായം കാണില്ലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ശ്രീശാന്ത് ഗംഭീരമായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്താണ് പുള്ളിക്ക്, അത് ഇന്ത്യക്ക് തന്നെ തീരാ നഷ്ടമാണ്, ശ്രീശാന്തിനല്ല തീരാ നഷ്ടം, അത് ഇന്ത്യക്കായിരുന്നു നഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ, അത് ഒരുപാട് കാലമൊന്നും ആയില്ല, ആ സമയത്ത് ആ കണ്ടംപററി സ്റ്റേജിൽ ബോൾ ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള ബൗളേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ശ്രീശാന്ത് എന്തുകൊണ്ടും ഗംഭീര ബോളറായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീശാന്ത് ചെറിയ വിഷയങ്ങളിലൊക്കെ പെട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എടുത്തു കിട്ടാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ സഞ്ജു അണ്ണൻ സഞ്ജു സാംസൺ നമുക്കറിയാമല്ലോ. രോഹിത് ശർമ്മയുടെ വേറൊരു ടൈപ്പ് ബാറ്റ്സ്മാനാണ് അയാൾ. രോഹിത് ശർമ്മയുടെ അഗ്രസീവൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പുള്ളി ഭയങ്കര അഗ്രസീവാണ്, ബാറ്റിങ്ങിൽ ഭയങ്കര അഗ്രസീവാണ്. കാരണം പുള്ളി തന്നെ പല ഇൻ്റർവ്യൂവും പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിക്ക് വരുന്ന ബോളിനെയൊക്കെ ചുമ്മാ പടക്കാട്ട് അടിച്ചൊക്കെ കളയണം, ആ ഒരു ചിന്തയാണ്. പക്ഷേ പുള്ളി ഒന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് കൺസിസ്റ്റൻസി കുറവാണ്, അതൊരു സ്ഥിരത കുറവാണ് പുള്ളിയുടെ ഒരു ബാറ്റിങ്ങിൽ. അതുകൊണ്ട് കാണിക്കുന്നുണ്ട്, സ്ഥിരത കുറവുണ്ട്. പക്ഷേ പുള്ളി ബോളുകളെ ഫേസ് ചെയ്യുക, അപ്പോൾ ഇപ്പം ഒരു ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ബോളുകളെ ഫേസ് ചെയ്ത് പോയി പുള്ളി കളിക്കുകയാണെങ്കിൽ പിന്നീട് പുള്ളി എല്ലാം കയറി 6 അടിക്കാനോ അല്ലെങ്കിൽ 4 അടിക്കാനോ നിൽക്കാൻ പോവാതെ പുള്ളിയുടെ രീതിയിൽ തുടങ്ങി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഗംഭീര ഇന്നിങ്സാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ പറയുന്ന വൺ ഡേയിൽ 200 ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. അത് 200 റൺസൊക്കെ വൺ ഡേയിൽ പുള്ളിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത് പുള്ളിക്ക് ഭയങ്കര സ്റ്റാമിന പവറുള്ള മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് ആ രീതിയിലുള്ള ഗെയിമുകൾ പുള്ളിക്കും കളിക്കാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ IPL അല്ലെ ഈ കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കുന്ന നമ്മുടെ കുഞ്ഞനിയന്മാർ പയ്യന്മാരാണ്, എല്ലാം പയ്യന്മാരാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ. ഇവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഇവർക്ക് നല്ല പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരള ക്രിക്കറ്റ് ബോർഡ്, അതായത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇവർക്ക് ഒരു അക്കാഡമി ഫോം ചെയ്യുക. ഇവിടെ നല്ലൊരു അക്കാഡമി ഫോം ചെയ്യുക. ഇപ്പോൾ അക്കാഡമി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും ഒരു നല്ലൊരു അക്കാഡമി ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള ഈ താരങ്ങളെല്ലാത്തിനെയും കൊണ്ട് ഇവർക്ക് നല്ല പ്രാക്ടീസ് കൊടുക്കുക, നല്ല ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് നല്ല പ്രാക്ടീസ് കൊടുക്കുക, ബൗളിങ്ങിലായാലും. എന്നുവെച്ചാൽ ഇത് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക. ഇത് പ്രൊഫഷണൽ ലീഗാണ്, അപ്പോൾ അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ അവരുടെ അടിസ്ഥാന വില എന്ന് പറയുന്നത് തുച്ഛമായ വിലയൊക്കെയാണ്. ഇപ്പോൾ 5 ലക്ഷമൊക്കെ ഉള്ളൂ നമ്മുടെ ഐക്കൺ താരങ്ങൾക്കൊക്കെ. പക്ഷേ ഇനിയും വരുന്ന കളികളിൽ ഇനി അടുത്ത സീസൺ, അതിപ്പം ഫസ്റ്റ് സീസൺ ഇതിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇനി അടുത്ത സീസണൊക്കെ വരുമ്പോഴത്തേന് ഇതിനെക്കാട്ടിയൊക്കെ ഗംഭീരമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ ആയിരിക്കും ഓരോ താരങ്ങൾക്കൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇപ്പോൾ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും കൂടെ എല്ലാ ടീമുകളിലും അവർ തന്നെ ഒരു അക്കാഡമി ഫോം ചെയ്തിട്ട് ഇവരുടെ പോരായ്മകളൊക്കെ മാറ്റിയെടുക്കുക, നല്ലൊരു പരിശീലകൻ്റെ കൂടെ ഇരുത്തി ഇവർക്ക് നന്നായിട്ടുള്ള പരിശീലനം കൊടുക്കുക. അപ്പം കളി തുടങ്ങിയതേ ഉള്ളൂ. ഇത് നമ്മളൊരു നെഗറ്റീവ് അഭിപ്രായമല്ല പറയുന്നത്, കളി കണ്ടതുകൊണ്ട് പറയുകയാണ്. കാരണം കുറേ പോരായ്മയുണ്ട്. പോരായ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 80% പോരായ്മയുള്ള കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയിൽ തന്നെയും അസാധ്യമായിട്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കളി കാണാനും പറ്റി. അതിലൊന്നാണ് ഞാനീ പറഞ്ഞ ഏതാണ് നമ്മുടെ ആദിത്യ വിനോദ് ഒരു ഗംഭീര സംഭവമാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ആദിത്യ വിനോദ് ഗംഭീര സാധനമാണ്. ആദിത്യ വിനോദിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ കേരള ക്രിക്കറ്റിന് ഭയങ്കര മുതൽക്കൂട്ടായിരിക്കും പുള്ളിക്കാരൻ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതങ്ങനെയാണ് സംഭവം. കാരണം നമുക്കറിയാൻ പറ്റും, ഒരു ഗെയിം കാണുമ്പം തന്നെ അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജാണ്, അദ്ദേഹത്തിൻ്റെ റണ്ണപ്പ് സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു പേസ് ബോളർ വേണ്ടുന്ന എല്ലാ ക്വാളിറ്റിയും പുള്ളിക്കുണ്ട്. പുള്ളിയെ നമ്മൾ ഒന്നും കൂടെ പോളിഷ് ചെയ്തെടുക്കുക. കാരണം ഒരു വർഷം ഒന്നും പറയുന്നില്ല, ഇപ്പോൾ 2 വർഷം, ഇപ്പോൾ 19 വയസ്സേ ഉള്ള കുഞ്ഞിന്. അവന് 19 വയസ്സ്, ഇനി അവൻ്റെ 2 വയസ്സോടെ കഴിഞ്ഞാൽ 21 വയസ്സാവും. 21 വയസ്സിൽ
അവൻ കിട്ടുന്ന പേസ് ബോളർ ആവുക എന്ന് പറഞ്ഞാൽ അത് കളിച്ച കാര്യമല്ല. അത് കേരള രഞ്ജി ടീമിൽ കേരള രഞ്ജി ടീമിനും ഗുണമാണ്. അതോടൊപ്പം തന്നെ അവന് ഭാഗ്യമുണ്ടെങ്കിലല്ല, അവൻ ഇന്ത്യക്ക് കളിക്കാൻ യോഗ്യതയുള്ള ഒരു കളിക്കാരനാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് കുറേ തെറ്റുകളും ഒക്കെ കാണുമായി. പക്ഷേ എന്നാലും ഇനിയും വരാൻ പോകുന്ന ഗെയിം സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ അടുത്തടുത്ത് നാളെയും മറ്റന്നാളെല്ലാം ഗെയിമുകളുണ്ട്. അപ്പോൾ കളി കാണുക. ഓക്കെ, ബൈ.